നമസ്കാരം. പശുവിന്റെയും പോത്തിന്റെയും പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന പരിപാടികൾ നാട്ടിൽ തുടരുകയാണ്. അമ്പലങ്ങളിൽ പ്രാർത്ഥനയ്ക്കൊപ്പം കൊട്ടുന്ന ഇടയ്ക്ക് അടക്കമുള്ള വാദ്യോപകരണങ്ങൾ ഏത് മൃഗത്തിന്റെ തോലുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് നന്നായി അറിയാവുന്ന സംഘികൾ പുതിയ പദ്ധതികൾ കൂടി ആവിഷ്കരിച്ചിട്ടുണ്ടത്രേ. വേണ്ടി വന്നാൽ ബീഫിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന മനുഷ്യന്മാരുടെ തോലുപയോഗിച്ച് പുതിയ ചില വാദ്യോപകരണങ്ങൾ തന്നെ ഉണ്ടാക്കാനുള്ള പദ്ധതി. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊഴുക്കുകയാണ്. വമ്പന്മാർ നാടെങ്ങും വോട്ട് ചോദിച്ചെത്തുമ്പോൾ കൊച്ചി കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ഒരു ചലച്ചിത്ര നടി ആരെയും ചിരിപ്പിക്കും. ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി രംഗത്തുള്ള സോണിയ ജോസിന്റെ കാര്യമാണ് പറയുന്നത്. ശിവസേന കരിയോയിൽ ഒഴിച്ചതോ ശിവസേനയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ ഒന്നുമല്ല സോണിയയെ സേനക്കാരിയാക്കിയത്. അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ്. ശിവസേനക്കാരുടെ സാമൂഹ്യ സേവനങ്ങളിൽ ആകൃഷ്ടയായി ജീവിതം തന്നെ ചാരിറ്റിയാക്കി മാറ്റിയ സോണിയ അങ്ങനെ തെരഞ്ഞെടുപ്പിലും പയറ്റുന്നു എന്ന് മാത്രം. Sonia, 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 Sonia. എന്തായാലും രാഷ്ട്രീയത്തിലേക്കും കൂടെ ഒരു കൈ നോക്കാം എന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് തന്നെ ആണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അതാണ് തീരുമാനം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് തെരഞ്ഞെടുപ്പ് കാലത്താണ് എന്നതും ഒരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു. കാരണം സീറ്റ് കിട്ടും എന്നതുകൊണ്ട് തന്നെ. എന്നാൽ സീറ്റിൽ ഇരിക്കാൻ കഴിയുമോ, അതായത് മത്സരത്തിൽ ജയിക്കുമോ എന്ന്. എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട് നാട്ടിൽ. ഹിന്ദുത്വയുടെ കടുത്ത വക്താക്കളായ BJP തന്നെ ഉണ്ടായിരുന്നു. അവിടെയൊന്നും സീറ്റ് കിട്ടാത്തത് കൊണ്ടാണോ ശിവസേനക്കാരിയായത്? ശിവസേനയാണെങ്കിൽ അസഹിഷ്ണുതയുടെ അങ്ങേയറ്റത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ മുൻ വിദേശമന്ത്രിയെക്കുറിച്ചുള്ള പുസ്തക പ്രകാശനം അലങ്കോലമാക്കിയത്. ദേശസ്നേഹം പറയുന്ന ശിവസേനക്കാർ സുധീന്ദ്ര കുൽക്കർണി എന്ന പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ഇന്ത്യക്കാരനെ കരിയോയിലൊഴിച്ച് സ്വയം അപമാനിതരായി. അമ്മാതിരി ശിവസേനക്കാർക്കൊപ്പമാണ് പോകുന്നത്. ഇതൊക്കെ നന്നായി ആലോചിച്ചാണോ കലാകാരി എന്ന നിലയിൽ ശിവസേനയ്ക്കൊപ്പം ഇങ്ങനെ കൂട്ടുകൂടുന്നത്? ശിവസേന എന്ന പാർട്ടി എന്ന് പറയുന്നത് അതിൽ ഇവരുടെ കേന്ദ്ര ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തന്നെ അവർക്കൊരു അന്നദാന പരിപാടിയുണ്ട്. അതുമായിട്ട് എനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു. അങ്ങനെ അതുവഴിയാണ് ഇവരെ ശിവസേനയായിട്ട് പരിചയപ്പെട്ടത്. ഞാൻ ക്രിസ്ത്യാനിയാണ്. പക്ഷെ എൻ്റെ അടുത്ത് ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, പള്ളിയിൽ പോകരുമെന്നോ അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുകയോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ മതേതരത്വം തന്നെയാണ് അവിടെ എല്ലാവരിലും. അവിടെ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുവുണ്ട്. അവരാരും നമ്മുടെ പാർട്ടി ഓഫീസിൽ ഒരിക്കലും നമ്മളോട് ഒരാൾ മാറിയിരിക്കുക അല്ലെങ്കിൽ നമ്മളോടൊരു അസഹിഷ്ണുത അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു മതേതരത്വം ഉള്ള പാർട്ടിയായിട്ട് തന്നെയാണ്. മറ്റു പലരും അതിനെ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ശിവസേനക്കാരി ഒഴിച്ചു അതൊരു സത്യം. അതിനെ നമ്മൾ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അതിന് കാരണം അവർ പറയുന്നത് പാകിസ്ഥാനെയാണ് അവർ എതിർക്കുന്നത്, അല്ലാണ്ട് ഇവിടുത്തെ ഒരാളെ അല്ല. ഇതല്ല ഒരു ശത്രുപക്ഷമായിട്ട് കണ്ടിരിക്കുന്നത്, അത് ഇന്ത്യക്കാരനെ അല്ല കണ്ടിരിക്കുന്നത്. ശത്രുപക്ഷത്തിൽ കണ്ടത് പാകിസ്ഥാൻ. അതായത് നമ്മുടെ എത്ര ജവാന്മാരാ ഭടന്മാർ നമ്മുടെ എത്ര പേരെ കൊല്ലപ്പെടുന്നു, അതിനെതിരെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവരോടുള്ള ആ ഒരു ദേഷ്യം അവർ കാണിച്ചത്. അല്ലാതെ നമ്മുടെ ആൾക്കാരോടോ അല്ലെങ്കിൽ ഇവിടെ മതേതരത്വം വളരണം എന്ന് തന്നെയാണ് ശിവസേനയുടെ ആഗ്രഹം. കാര്യമൊഴിച്ച് ഇപ്പം അതിനോട് യോജിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവരാ ഒരു രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് അതൊരു സത്യമാണ്. ഞാൻ അതിനെ എതിർക്കുന്നില്ല. സത്യമാണ്, സംഭവിച്ച കാര്യമാണ്. ഇതാണ് പ്രശ്നം അവിടെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മീഡിയകളിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് യാഥാർത്ഥ്യ പ്രശ്നം. പിന്നെ അപ്പം അതിൽ ഈ പറഞ്ഞു പിന്നെ എല്ലാ പാർട്ടികളിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ ഇതിൽ എന്താ പറയുക, ഇതാണ് സംഭവിച്ചത്, ഇങ്ങനെയാണ്. കരി ഒഴിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് കാരണം ഇതാണ്. ന്യായീകരിക്കാൻ പറ്റുക വെച്ചാൽ ഞാനൊരു മനുഷ്യനെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. അല്ലാണ്ട് നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തക എന്ന നിലയിലാണ് ഞാൻ വന്നിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്താ പറയുക തെറ്റുകൾക്കെല്ലാം അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്യായത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാനില്ല. ന്യായത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, അപ്പം നിങ്ങൾക്ക് തിരിച്ചെന്താ തോന്നുന്നത്? നമ്മുടെ ജവന്മാരെ എല്ലാം കൊല്ലുന്നു, അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതിനെന്താ നിങ്ങൾ പ്രതികരിക്കാത്തത്? ഭടന്മാർ കൊന്നിട്ട് ഈ പറഞ്ഞ മാതിരി കുറച്ച് രക്തസാക്ഷികൾ എന്ന് പറഞ്ഞിട്ട് കുറേ ഇത് വെച്ചാൽ മാത്രം മതിയോ? അപ്പം അതിനൊരു ചെറിയൊരു പ്രതികരണം മാത്രമല്ലേ കാണിച്ചുള്ളൂ. സോനിയ 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 സോനിയ. ഇമാതിരി പോക്ക് പോയാൽ സോണിയ എപ്പോ ജയിച്ചു എന്ന് ചോദിച്ചാൽ മതി. കൊച്ചിൻ കോർപ്പറേഷനിൽ ഒരു സീറ്റ് ശിവസേനയ്ക്ക് ഉറപ്പുമായി. എന്തായാലും ശിവസേനയെയൊന്നും കൂട്ടുപിടിച്ചില്ലെങ്കിലും BJPയുടെ കൂട്ടുകെട്ടിന് പോയ വെള്ളാപ്പള്ളി വെള്ളം കുടിച്ചിരിപ്പാണല്ലോ. സംശയിച്ചു നിന്നവരോട് ഒരിക്കൽ കൂടി നടേശഗുരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഡിസംബർ 5 തന്നെ പാർട്ടി പ്രഖ്യാപിക്കുമത്രേ. ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ വാർഷികം BJPക്കൊപ്പം മൂന്നാം മുന്നണിയായി ആഘോഷിക്കുകയും ചെയ്യാം. പശുവും പോത്തുമൊക്കെയാണ് BJPക്കാരുടെ ഇഷ്ടവിഷയം. വെള്ളാപ്പള്ളിയാണെങ്കിൽ ബീഫ് വിവാദത്തിൽ എന്തു പറയണമെന്നറിയാതെ അന്തിച്ചു നിൽക്കുകയാണ്. സ്വന്തം കാര്യത്തിൽ മാത്രം ഉറച്ച നിലപാടുണ്ട്, പശു ഇറച്ചി കഴിക്കുന്ന കാര്യത്തിൽ. നടേശഗുരു പശു ഇറച്ചി നല്ലോണം ശാപ്പിടുന്നയാളാണത്രേ. ചുരുക്കത്തിൽ പശുവും പോത്തുമെല്ലാം കൂടി വീണ്ടും ഒരു ഉടക്കുണ്ടാക്കുകയാണ്. മൂന്നാം മുന്നണിയുമായി BJP പാളയത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് ഒരു കാര്യവുമില്ലാതെ ഈ പശു കയറി വന്നത്. എന്തായാലും പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ഇക്കാര്യം കൂടി പറയാമായിരുന്നു. ഞാൻ ചോദിച്ചില്ല, വിവാദത്തെ പറ്റി അദ്ദേഹത്തിന് ചോദിച്ചില്ല. എന്റെ കലാജീവിതം തകർത്തളഞ്ഞ ദ്രോഹി, നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ജാൻസി നീ ആ ചതി എന്നോട് കാണിച്ചത്? എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്തു നോക്കിയേ. ഗോവധത്തെ പറ്റി എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ പത്രത്തിൽ വാർത്തയില്ല, ഞാൻ ഏതായാലും ഗോവധ പശുവിന്റെ ഇറച്ചി തിന്നുന്നതിനാണ്. നോക്കിക്കോ, ഏതെങ്കിലും ഒരു ക്രിസ്മസിന് നിന്നെ വെട്ടുമ്പോ ഞാനും മേടിക്കും നിന്റെ 1 കിലോ ഇറച്ചി. എന്നിട്ട് ഉരുളക്കിഴങ്ങിട്ട് വെച്ച് വല്ല ചാവലപ്പെട്ടിക്ക് എറിഞ്ഞു കൊടുക്കും. ഗോവധത്തെ പറ്റി വരെ ഞാൻ പശു ഇറച്ചി തിന്നും, അതെനിക്കറിയാം. അതല്ല ബാക്കിയുള്ള നയത്തെ പറ്റി പറയാൻ ഞാൻ ഇപ്പം ആളല്ല. കുഞ്ഞാടും പശുവും കൂടെ ഏത് പിണ്ണാക്കിന്റെ കാര്യം പറയുന്നേ? ഗോവധത്തെ പറ്റി വരെ ഞാൻ പശു ഇറച്ചി തിന്നും. ശാശ്വതീകാനന്ദയുടെ ദുരൂഹ മരണമൊന്നും വെള്ളാപ്പള്ളിയെ ബാധിച്ചിട്ടേയില്ല. മാത്രമല്ല പുതിയ വിവാദമൊക്കെ പ്രശസ്തി ഉയർത്തുന്നതിന് മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. ബിജു രമേശ് ആണെങ്കിൽ പരാതിയുമായി ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് സമീപിക്കുകയും ചെയ്തിരിക്കുന്നു. ശാശ്വതീകാനന്ദയുടെ മരണത്തെക്കുറിച്ചുള്ള വെള്ളാപ്പള്ളി ബിജു രമേശ് സംവാദം കാണാം. മഹേന്ദ്രന്റെ അമ്മാവനോട് ആവോ എനിക്കറിയില്ല. ആരോപണി എവിടെ വക്കീലേ വിളിക്കുക? പയറ്റ് കളരി കാണും. ഇപ്പൊ വിളിച്ചാ വരില്ല, അങ്കക്കലി കൊണ്ട് നിൽക്കും. ഇനി പയറ്റ് തുടങ്ങാം. എന്റെ പേര് ബിജു രമേശ് എന്നാണ്. വലിയ പീഡനങ്ങളൊന്നും പാടില്ല. ശാശ്വതീകാനന്ദ സ്വാമി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ട് 13 വർഷമാവുന്നു. നമുക്ക് പരസ്പരമായ ഒരു ധാരണയും പരസ്പര സ്നേഹവും ബഹുമാനവും കൊടുത്ത് ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാതെ നമുക്ക് ആ തുടക്കം എങ്ങനെ നന്നായിരിക്കുന്നു അതനുസരിച്ചല്ലേ അന്ത്യം വരെ നന്നാകണ്ടേ. അതിന്റെ പിന്നിൽ ഒരുപാട് നിഗൂഢതകളും ഇനി നിങ്ങൾക്കാകാം, സ്വാധീനങ്ങളും ഒക്കെ അതിന്റെ പിന്നിൽ വരുന്നുണ്ട്. നിങ്ങളൊരുവനായ എന്നോട് അതിൻ്റേതായ എല്ലാ സ്നേഹവും വാത്സ്യവും മാന്യതയും പുലർത്തണമെന്ന് ആദ്യമായിട്ട് ഒരപേക്ഷയുണ്ട്. നമ്മുടെ റോഡിലെ ഒരു നായെ തല്ലിക്കൊന്നാൽ പോലും ഇന്ന് അതിനെതിരെ കേസ് എടുക്കുന്നതും അതിനെതിരെ പ്രതികരിക്കുന്നതും ആൾക്കാരുള്ള കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങളവിടെ നില്ലേ, ഞാൻ മറ്റെവിടെ പറയട്ടെ. ശാശ്വതീകാനന്ദ സ്വാമി എനിക്കറിയാം, അത് കയ്യിരിക്കട്ടെ. എനിക്ക് പറയാനുള്ള അവസരം തന്നെങ്കിൽ അത് പറയാൻ തന്നില്ല, ഞാൻ ഇവിടെ എണീറ്റ് പോകും. നിങ്ങളുടെ മരണം ഒരു കൊലപാതകമാണെന്ന് ഒരുപാട് സാഹചര്യ തെളിവുകളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെയൊക്കെ ചെവികളിൽ എത്തുമ്പോൾ ഇനിയും പല കൊലകളും ഉൾപ്പെടെ പലതും പുറത്ത് വരാനായിട്ട് ആരോപിച്ചു വരും. ഇതുമായി പരാതിയുമായി പോകുന്ന ഒരാൾ അപ്രത്യക്ഷമാകുക എന്ന് പറയുന്നത് ഇനി നാളെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കും ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നവർക്കും എല്ലാവരും ഭയം ഉണ്ടാക്കുന്നൊരവസ്ഥയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് അന്വേഷിക്കട്ടെ. ഇനി നാളെ ഒരു സന്യാസി ഇതുപോലെ ചെയ്താൽ അതിന് ഒരു സംരക്ഷണം ഇല്ലാത്തൊരവസ്ഥയാണ്. ഇതിനൊന്നും നിങ്ങളോട് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 6-7 വർഷമായിട്ട് സ്വാമിയെ മിസ്സിങ്ങിലാണ്, ആരും കാണുന്നില്ല. അതിനു മുമ്പ് സ്വാമി കൊലപാതകത്തെക്കുറിച്ച് പലർക്കും
കത്തുകൾ എഴുതിയിട്ടുണ്ട്, സ്വാമിക്ക് അറിയാമെന്ന് പറയുന്ന കത്തുകളും പോയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഈ കൊലപാതകത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാമെന്ന് പറയുന്ന പ്രീതാത്മാനന്ദ സ്വാമിയെ കാണാനില്ല. ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കത്തില്ല കേട്ടാ. കൊലയാളി ആരാണ്? നിങ്ങളെ ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താമെന്നായിരിക്കണമെങ്കിൽ എനിക്ക് നല്ല സൗകര്യമില്ല മറുപടി പറയാൻ. ആർക്ക് വേണ്ടി ചെയ്തു? നിങ്ങൾ പറയണതെല്ലാം മറുപടി പറയാനായിട്ട് വന്നിരിക്കുകയല്ല ഞാൻ. നീ സ്വാമി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. എന്നെ പ്രകോപിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അങ്ങനെ പറയാനൊന്നും ഞാൻ തയ്യാറല്ല. ആരുടെങ്കിലും തടവിലാണോ എന്നറിയില്ല. നിങ്ങൾ ചോദിക്കുന്നതിന് എല്ലാത്തിനും ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ല. കൊല ചെയ്യപ്പെട്ടോ അല്ലെ സ്വാമി ഉണ്ടോ? ഈ പുള്ളി ആ മൂലയിൽ നിന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇതിന് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ സമരവും നിയമപരമായും ഒക്കെ തന്നെ ഇനി മുന്നോട്ട് പോകാനാണ് ശ്രീനാരായണ ധർമ്മവേദി എടുത്തിരിക്കുന്ന തീരുമാനം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്നെ ഇപ്പൊ പ്രത്യേകിച്ച് വേട്ടയാടുകയാണ്. എക്സോർവൈ എന്നുള്ളതല്ല, ആരാണ് ചെയ്ത് ഭാര്യനെ ടാർഗറ്റ് ചെയ്ത് പോകുന്നതല്ല. ഇതിലൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ ഒരു കാര്യം, കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ചുളിവിൽ പ്രസിദ്ധനാകാൻ സാധിച്ചതിലും അതിനാക്കി തന്നവരെ 100,000 നമോഭാഗം പറയാണ്. ശിവഗിരി മഠത്തിന്റെ മഠാധിപതി ആവശ്യപ്പെടുന്നു. എനിക്ക് അച്ഛൻ ഓഹരി എന്നപ്പോൾ അന്ന് ഞാൻ തേങ്ങ ഇടുമ്പോൾ എനിക്ക് 35,000 തേങ്ങ കിട്ടുമായിരുന്നു. ഞങ്ങളും ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീനാരായണ ധർമ്മവേദിയുടെ നേതൃത്വത്തിൽ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന് പരാതി നൽകിയിട്ടുണ്ട്. ശാശ്വാനന്ദ സ്വാമിയുടെ മരണത്തെപ്പറ്റി പ്രതികൾ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ഓരോന്നുമായിട്ട് ഇന്ന് നിരന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികൾ ആരാണെന്ന് ഇതൊക്കെ പറയാൻ എനിക്ക് അവസരം തന്നില്ല, പിന്നെ ഞാൻ ഇതിനോട് പറയണത്. ജനമധ്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലിങ്ങനെ പറയാനാണെങ്കിൽ അതിന് വേറെ ആളെ വെച്ചാൽ മതി. ജനം അവർക്കെതിരാവും. എനിക്ക് പറയാനുള്ള അവകാശവും അധികാരം ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ വരികയില്ല. അല്ല, ഇത്രയും ഏതെങ്കിലും മറ്റ് മതത്തിലായിരുന്നെങ്കിൽ ഒരു ബിഷപ്പിനെയാണ് ആരെങ്കിലും കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് തെളിയിക്കില്ലായിരുന്നോ? ഇത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ ഏതായാലും കണ്ടുപിടിച്ചവർ അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അന്വേഷിക്കട്ടെ. ആർക്ക് വേണമെങ്കിൽ എന്ത് സംഭവിക്കാം. ഒരു ആഗ്രഹം നിങ്ങളുടെ ജനം ആഗ്രഹിക്കുന്ന എല്ലാം കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് എനിക്കൊരു പ്ലസ് പോയിന്റാണ്. ശാശ്വതീകാനന്ദ സ്വാമി എത്ര കോടി മുടക്കിയാൽ ഇത്തരം പരസ്യം കിട്ടും? ഒരിക്കലും കിട്ടുകയില്ല. ശാശ്വതീകാനന്ദ സ്വാമി ഇപ്പൊ ഞാനില്ലാത്ത ഏത് പത്രമുണ്ട്, ഞാനില്ലാത്ത ഏത് മീഡിയ ഉണ്ട്. ശാശ്വതീകാനന്ദ സ്വാമി ഇത് ഇന്ത്യ മുഴുവൻ കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് കിട്ടുന്ന ഒരു വലിയൊരു ശക്തി എന്തുമാത്രമാണ് നിങ്ങൾ ആലോചിക്കണം. ശാശ്വതീകാനന്ദ സ്വാമി ഈ പറയുന്നവർ വിചാരിക്കുന്നത് ഇത് പറയുമ്പോൾ ഞാനേതാണ്ട് ക്ഷീണിതനായിട്ട് പുറകോട്ട് ഓടുമെന്നാണ്. പക്ഷെ വെള്ളാപ്പള്ളി തൻ്റെ കേസിനെ പലരും പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. വേറെ എന്തെങ്കിലും തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിൽ, ഈ കൊട്ടാര വളപ്പിൽ, ഈ ടെറിട്ടറിയിൽ ഓടേ. തങ്ങളുടെ ജിഹ്വയാകാൻ എന്തായാലും വെള്ളാപ്പള്ളിയുടെ സഹായം BJPക്ക് ആവശ്യമുണ്ട്. വെള്ളാപ്പള്ളിയെ BJP രക്ഷിക്കട്ടെ. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ശക്തന്റെ വേദനകൾ. ഹർഷപൂരിതമാകണം. ഇപ്പൊ എന്താ പറഞ്ഞ? ഹർഷപൂരിതമാകണം. അതിനു മുമ്പ് ഭാരതമേന്ന് കേട്ടാൽ അതിനുശേഷം ഹർഷപൂരിതമാകണം.